പത്തനംതിട്ട കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു ഗ്രീനയെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ തിരക്കിലാണ്. ആ ഒരു സമയത്ത് ഗ്രീനയെക്കുറിച്ച് അന്വേഷിക്കാനും അതുപോലെ ആ ഹോട്ടലിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയാനോ ആയിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായിട്ട് അവരോട് ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരെ അതിന് തയ്യാറായില്ല. CCTV ദൃശ്യങ്ങൾ എന്തായാലും പുറത്തുവിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ അതിനെ അനുവദിക്കില്ല, ഞങ്ങൾ അതിൽ നിന്നൊരു ഇതും തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് തനിക്ക് ഒട്ടും പിടിപാടില്ലാത്തതിനാൽ തന്നെ അത് കുറച്ച് കുഴപ്പം പിടിച്ചൊരു ഏരിയ ആയതിനാൽ തന്നെ നന്ദു കൂടുതൽ പ്രശ്നത്തിനോ അധികാരം കാണിക്കാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് ആദർശിനോട് പറയുന്ന സമയത്ത് എന്തായാലും എനിക്കും കിരണിനും അവിടെ കുറച്ച് ബന്ധങ്ങളും ഒക്കെയുണ്ട്, പിടിപാടുകളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നന്ദു വിഷമിക്കേണ്ട, എന്തായാലും അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കാം, നീ ഗ്രീനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി വെക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗ്രീനയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാനായിട്ട് ഗ്രീനയുടെ ആ ഒരു കിട്ടിയ അറിവ് വെച്ചിട്ട് അവിടെ വീട് അന്വേഷിച്ച് തേടിപ്പിടിച്ച് പോവുകയാണ്. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ ഗ്രീന ആരാണെന്നും ഗ്രീന ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കളി കളിച്ചതും എന്നും നന്ദു കണ്ടെത്തുകയാണ്. ഗ്രീനയെ കണ്ടെത്തിയ സമയത്ത് തന്നെ നന്ദുവിൻ്റെ ചോദ്യം ചെയ്യലിൽ എല്ലാ സത്യവും ഗ്രീന തുറന്ന് പറയുകയാണ്. ആ സമയത്താണ് ഡേവിഡ് എന്ന ആളാണ് തന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്നും ഡേവിഡിന് പിറകിൽ വലിയൊരു തലപ്പത്തിരിക്കുന്ന ആളുണ്ട്, പക്ഷെ ആ ആൾ ആരാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് സേഫായിട്ട് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആരും കാണാതെ അവർ സംസാരിക്കുന്നത് ഫോട്ടോ എടുത്തതാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇയാളെ ഞാൻ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ, ഇയാൾ നമ്മുടെ അബിയുടെ അച്ഛനല്ലേ, അന്ന് ആദർശേട്ടൻ നയനടുത്തിയൊക്കെ ഫോട്ടോ കാണിച്ചു തന്നതിലുള്ള അയാളാണല്ലോ, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അയാൾ തന്നെയാണ് ഇത്. നന്ദു ചിന്തിക്കുകയാണ്. അപ്പോൾ നന്ദു ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ഗ്രീന പറയുന്നുണ്ട്, മാഡം ഇയാളാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ഡേവിഡ് എന്ന് പറഞ്ഞ ആളോട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ഇയാൾക്കൊരു മകളുണ്ട്, ആ മകളും ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് സംസാരിക്കാറുണ്ട്, എന്നിട്ട് അനന്തപുരി തറവാട്ടിലുള്ള കാര്യങ്ങളെല്ലാം അയാളോട് പറയുന്നത് ഈ മകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്, അവന്തിക എന്നാണോ അവരുടെ പേര് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തന്നെയാണ്, അവന്തിക എന്നാണ് പേര്, അവർ എന്നെ വന്ന് കണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നന്ദു ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം എല്ലാം വ്യക്തമായി കഴിഞ്ഞു. വീട്ടിൽ നിന്ന് അബിയും എല്ലാവരും ഒത്തിട്ടാണ് ഈ കളി കളിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് നന്ദുവിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അബിയോ ജലജയോ കാര്യത്തെക്കുറിച്ച് അറിയുന്നില്ല, അവന്തിക എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ ആദർശിനെ നമ്മുടെ നന്ദു വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദു ആദർശിനെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗ്രീനയെക്കുറിച്ച് അന്വേഷിച്ചു, ഗ്രീന എന്നോട് ചില സത്യങ്ങൾ പറഞ്ഞു, അതിൽ നിന്നും ഏറ്റവും ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, എന്താണ് നന്ദു, എന്തായാലും സസ്പെൻസ് ഇടാതെ കാര്യം പറ, നമുക്ക് നമ്മളെ കൊണ്ട് മേയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്കത് ഇതാക്കി കളയും. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. നമ്മൾ ജ്വല്ലറിയുടെ ഡേവിഡിൻ്റെ പിന്നാലെയായിരുന്നല്ലോ പോയിരുന്നത്, പക്ഷെ ഡേവിഡിൻ്റെ പിന്നാലെയല്ല പോകേണ്ടത്, അനന്തപുരിയിൽ ഒരുത്തി ഉണ്ടല്ലോ, വന്ന് കയറിയിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ വിശ്വാസം പിടിച്ച് പറ്റിയിട്ടുള്ള അവന്തികയുടെ പിന്നാലെയും അവന്തികയുടെ അച്ഛൻ്റെ പിന്നാലെയുമാണ് നമ്മൾ പോകേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറഞ്ഞത് മനസ്സിലായി. അവന്തിക എന്തെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവന്തികയുടെ അച്ഛൻ എങ്ങനെ ഇതിൽ ഇടപെടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആദർശേട്ടൻ കണ്ടോ, ഈ ഫോട്ടോ കണ്ടോ, ഗ്രീന എനിക്ക് അയച്ചു തന്നതാണ്, ഗ്രീനയുടെ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ്, ഇതൊന്ന് കണ്ടു നോക്കിയെന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇത് ഇവരെങ്ങനെ നാട്ടിലെത്തി, ഇവരെങ്ങനെ ജ്വല്ലറിയുമായിട്ട് ബന്ധം എന്നൊക്കെ പറയുമ്പോൾ, ജ്വല്ലറിയുമായിട്ട് ബന്ധമല്ല, ജ്വല്ലറി തന്നെ അയാളുടേതാണ്, നമുക്ക് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ, അതാണ് സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, ഇപ്പം ഏകദേശം പിടികിട്ടി, ഇയാൾക്ക് തീരാത്ത പകയുണ്ട്, പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത പകയാണ് ഇയാളിപ്പോൾ ഈ വാശിയായിട്ട് നമുക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത്, അയാൾ എങ്ങനെ അനന്തപുരിയുടെ പടിയിറങ്ങേണ്ടി വന്നു എന്നുള്ളതൊന്നും അയാൾക്ക് തിരിച്ചറിയാനായിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായാലും അവന്തികയെ ഒന്ന് പിടിച്ചു കുടഞ്ഞാൽ കാര്യം മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോൾ, ഇനി ഒന്നും പിടിച്ച് കുടയാനില്ല, അവന്തികയെ നേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ. ഒരു കുടുംബത്തിൽ നിന്നും ഇത്രയും കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് ഇതാക്കിയിട്ട് ആദർശേട്ടനെ അവിടെ മയക്കി കിടത്തിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതും അവന്തികയും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ നല്ലൊരു ചോദ്യം ചെയ്യലിൽ എന്താണ് അവരുടെ ഉദ്ദേശമെന്നും
എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാന്തു നേരെ അനന്തപുരയിലോട്ട് പോയിട്ട് അവന്തികയെ പിടിച്ച് വലിച്ചിറക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് മുത്തശ്ശൻ്റെ മുന്നിലോട്ട് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. മുത്തശ്ശൻ എന്താ നന്ദു ഈ കാണിക്കുന്നത്? അവന്തികയെ എന്തിനാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അവന്തിക ഇവിടുത്തെ നാട് പോലും ശരിക്കും അറിയത്തില്ല, എന്തിനാണ് അവളെ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ഈ നാടേ അറിയാതിരിക്കുകയുള്ളൂ. പക്ഷേ ഈ നാട്ടിലുള്ള എല്ലാവരെയും ഇവൾക്കറിയാം. ഇവൾ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശേട്ടനെ വരെ തല്ലേണ്ടി വന്നത് ഇവള് കാരണമാണ്. നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഒരു ശത്രു പിന്നിലുണ്ട്, ആ ശത്രു ആരാണെന്നുള്ളത്. ഇവളും ഇവളുടെ അച്ഛനും ചേർന്നിട്ടാണ് ഇതൊക്കെ വരുത്തി വെച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവന്തികയുടെ അച്ഛനോ? അയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? അയാൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അതിന് ഞങ്ങൾ അവനോട് എന്താ ചെയ്തിട്ടുള്ളത്? യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ ഓരോന്ന് ചെയ്ത് കൂട്ടുകയാണ്. എന്തിനാ മോളെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കിയിട്ട് ഇങ്ങനെ ചതിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എൻ്റെ അച്ഛനെ ചതിച്ചപ്പോൾ എൻ്റെ അച്ഛൻ അനുഭവിച്ച ആ ഒരു വേദനയുണ്ടല്ലോ, അത് നിങ്ങൾ അനുഭവിക്കണമല്ലോ. അതിൻ്റെ ഏഴയലത്ത് പോലും എത്തിയിട്ടില്ല. ഇനിയും നിങ്ങൾ ഇല്ലാണ്ടയാക്കും, അതിനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. മോളെ, നീ ഇങ്ങനെയൊരു സ്വഭാവത്തിനുടമയായിരുന്നോ? എന്നിട്ട് എത്ര ഭയങ്കരമായിട്ടാണ് നീ ഞങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിച്ച് നിന്നതല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലജയും ചിന്തിക്കുന്നുണ്ട്, അത് ശരി, ഇവളുടെ മനസ്സിൽ ഇവരൊക്കെ ശത്രുവാണല്ലോ, എന്നിട്ട് അവൾ എന്നോടൊരു കാര്യം പറഞ്ഞില്ലല്ലോ. അവളെയും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് പൊളിച്ചടക്കാമായിരുന്നു, എല്ലാം തൊലച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ജലജയും നിൽക്കുകയാണ്. അങ്ങനെ ഒടുവിൽ നന്ദു അവന്തികയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ജലജയൊക്കെ എതിർക്കാൻ നോക്കിയ സമയത്ത്, നിങ്ങളെയും കൂടെ കൊണ്ടുപോകണ്ടെങ്കിൽ ഇവളെ മര്യാദയ്ക്ക് വിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവന്തികയും കൊണ്ടുപോവുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ആകെ ഷോക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്.